ഇങ്ങനെ ഒരു മോഷണം പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു വിഷമം ഒന്ന് കാണും. ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. നമുക്ക് ഈ അമ്മ ഒരു പാവം പിടിച്ചാലും അന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വന്ന് ബീഡിയും സിഗരറ്റും ഒക്കെ വന്ന് മേടിക്കൊണ്ട് പോകും. അതേ ഉള്ളൂ. പിന്നെ മുറിക്കാനും അതൊക്കെ ഉള്ളു നമ്മുടെ കച്ചവടം. അല്ലാതെ ഒന്നുമില്ല. ഇതിൽ നിന്നൊക്കെ ചെറിയ ലാഭം, തുച്ഛമായിട്ടുള്ള ലാഭമല്ലേ കിട്ടുന്നുള്ളൂ അല്ലേ? പിന്നെ എനിക്ക് കിടക്കാൻ ഒരു ഭൂമിയില്ല. ഞാൻ അങ്ങും ഇങ്ങും ഒക്കെ ഓരോ വീട്ടുകളിലാ നേരം വയ്യുമ്പോൾ പോയി കിടക്കാം. ഹലോ, ഹൈ, നമസ്തേ. ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഇലവന്തിട്ട ജംഗ്ഷനടുത്തുള്ള മുക്കട എന്ന സ്ഥലത്താണ്. ഈ മുക്കടയിൽ ഒരു പ്രായമായ ഒരു അമ്മ നടത്തുന്ന ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയുടെ മുമ്പിൽ ആ അമ്മയും ഉണ്ട്. ആ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. അമ്മ ഒന്ന് പരിചയപ്പെടുത്തിയേ. നമ്മുടെ പേരെന്തായിരുന്നു? രാജമ്മ. അമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ എന്തോ സംഭവിച്ചത്? ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നാളെന്ന് ഞാൻ കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുവച്ചിരുന്നു. ശരി. ശനിയാഴ്ച രാവിലെ ഞാൻ വന്നപ്പോൾ എൻ്റെ കടയിലെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. ആരാണെന്ന് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ പിടിയും തന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി. നമ്മുടെ എലവന്തിട്ടല്ല, മെഴുവല്ലല്ലേ, അവിടെ പോയി അവിടെ പരാതി കൊടുത്തു. പോലീസുകാർ ഇവിടെ വന്നെല്ലാം നോക്കി വെച്ച് പറഞ്ഞ് അമ്മ ഇനിയും കടയിലോട്ട് പോക്കോ, ഞങ്ങൾ വേണ്ടുന്ന നടപടി എടുത്തോളാം. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് പിന്നെ എൻ്റെ അപ്പച്ചിയുടെ മോനെയും കൊണ്ട് പോയി പഞ്ചായത്തിൽ ചെന്ന് സെക്രട്ടറിയോടും പറഞ്ഞ് പ്രസിഡന്റ് അവിടെ ഇല്ലായിരുന്നു, അന്ന് അവിടെ ഇല്ലായിരുന്നു, എങ്ങാണ്ട് മീറ്റിങ്ങിന് പോയേക്കോ, ഇപ്പം വരുമ്പം പറഞ്ഞോളാന്ന് പറഞ്ഞു. പിന്നെ പ്രസിഡന്റ് വന്ന് ഇവിടെ എല്ലാം വന്ന് കണ്ടും വെച്ച് പോയി. ഇന്നലെ അവരെനിക്ക് സാധനങ്ങളെല്ലാം ഇവിടെ കടയിൽ കൊണ്ടു തന്നു. പുതിയ സാധനങ്ങൾ എല്ലാം കൊണ്ടു തന്നു. അവര് കൊണ്ടു തന്ന പിന്നാണ് എന്റെ വിഷമങ്ങളെല്ലാം മാറിയത്. കട തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷമായി. അത് അന്നത്തെ മുതലുള്ള ചില്ലറ പൈസ എല്ലാം ഇവിടെ വെച്ചേക്കുമായിരുന്നു. അതുവരെയും കൊണ്ടുപോയി. അപ്പൊ അമ്മ ഇങ്ങനെ ചില്ലറ പൈസ ഒക്കെ ഇടുന്നത് ഒരു ടിന്നിനകത്തായിരുന്നു. അതൊക്കെ അറിയാവുന്ന ആൾക്കാർ വല്ലതും ആണോ വന്നത്? അത് എനിക്കറിയത്തില്ല. അല്ല, സാധാരണ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞോണ്ട്, കാരണം ഇത് ചെറിയ സ്ഥാപനമല്ലേ, അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് മോഷണം അറിയത്തില്ല. അമ്മയ്ക്കിപ്പോ ഏകദേശം എത്ര നഷ്ടം വന്നിട്ടുണ്ടാവും? എനിക്കിപ്പം നഷ്ടം വന്നത് ഒരു 3500 രൂപ. ഇങ്ങനെ ഒരു ചെറിയ സ്ഥാപനം കൊണ്ട് ഇരുന്നിട്ട് ഈ 3500 രൂപ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാ പറ്റും. അപ്പൊ അമ്മ രാവിലെ എത്ര മണി തൊട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്? ഞാൻ രാവിലെ 8 മണിയാകുമ്പോ ഇവിടെ വരും. 8 മണി തൊട്ട് 8 മണി തൊട്ട് 5:30 വരെ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് കച്ചവടത്തിന് വെക്കുന്ന സാധനം. എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ്. നമുക്കുള്ള ഒരു മിനിമം കച്ചവടമാണ് ഇവിടെ ഉള്ളത്. അമ്മയ്ക്ക് ഇപ്പൊ എത്ര പ്രായമുണ്ട്? എനിക്ക് 71 വയസ്സുള്ള ഒരു അമ്മയാണ്. അത് കഷ്ടപ്പെട്ട് സ്ഥാപനം ഉണ്ടാക്കി. ഇത് കുടുംബശ്രീയുടെയാണോ? കുടുംബശ്രീ അല്ലേ? പെട്ടിക്കട. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്യാസ് മിഠായി, ബിസ്ക്കറ്റ്, ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കമ്മീഷനിലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഉണ്ടായ നഷ്ടം നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഇനി എത്ര ദിവസം കച്ചവടം ചെയ്താൽ പറ്റുമല്ലേ? ശരി. ഏകദേശം ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടോ? ഇവിടെ 300 രൂപ. 300. ആ 300 രൂപ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടാനാ അല്ലേ? ഒന്നും കിട്ടാനില്ല. പിന്നെ നമുക്ക് വിൽക്കുന്ന സാധനങ്ങൾ പിന്നെ അതിൽ നിന്നും എടുത്ത് മേടിക്കാൻ വേണം. പിന്നെ നമുക്ക് പുറത്തുനിന്ന് സഹായിക്കാൻ ആരുമില്ല. ഇവിടെ വിൽക്കുന്നു, ഇവിടുത്തെ സാധനം മേടിക്കുന്നു. പിന്നെ തുച്ഛമായ ഒരു വരുമാനമേ ഉള്ളൂ. അതിൽ നിന്ന് ഇങ്ങനെ ആളുകൾ അടിച്ചോണ്ട് പോകാന്ന് പറയുമ്പോൾ അത് ഭയങ്കര കഷ്ടമാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു മോഷണം പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു വിഷമം ഒന്ന് കാണും. ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വിഷമം മാറിയ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് സാധനം കൊണ്ടു തന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം കൊണ്ടു തന്നാണ് ഇതൊക്കെ? എല്ലാരും കൂടെ കൂടി കൊണ്ടു തന്നല്ലേ? ഇവിടെ നമ്മുടെ ഈ മുക്കട ജംഗ്ഷൻ എന്ന് വെച്ചാൽ വെളിയിൽ നിന്നൊന്നും അധികം ആൾക്കാരൊന്നും വാങ്ങിക്കാൻ വരാനില്ല. കാരണം അടുത്ത് തന്നെ ടൗൺ കിടക്കുകയാണ്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ വഴിയാത്രക്കാരും നമുക്ക് ഈ അമ്മ ഒരു പാവം പിടിച്ചാലും അന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വന്ന് ബീഡിയും സിഗരറ്റും ഒക്കെ വന്ന് മേടിക്കൊണ്ട് പോകും. അതേ ഉള്ളൂ. പിന്നെ മുറിക്കാനും അതൊക്കെ ഉള്ളു നമ്മുടെ കച്ചവടം. അല്ലാതെ ഒന്നുമില്ല. ഇതിൽ നിന്നൊക്കെ ചെറിയ ലാഭം, തുച്ഛമായിട്ടുള്ള ലാഭമല്ലേ കിട്ടുന്നുള്ളൂ അല്ലേ? അമ്മ മരുന്നും എല്ലാം കഴിക്കുന്നുണ്ടോ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? പിന്നെ എനിക്ക് കിടക്കാൻ ഒരു ഭൂമിയില്ല. ഞാൻ അങ്ങും ഇങ്ങും ഒക്കെ ഓരോ വീട്ടുകളിലാ നേരം വയ്യുമ്പോ പോയി കിടക്കും. സ്ഥിരമായിട്ട് ഞാൻ എന്റെ അപ്പച്ചിയുടെ വീട്ടിലാ കിടക്കുന്നത്. വർഷങ്ങളോളം അങ്ങനെ നടന്ന. അമ്മ കല്യാണം കഴിച്ചേ? അല്ല. ഞാൻ ഒരു വികലാംഗയാ. പെൻഷനുണ്ട്. ശരി. അങ്ങനെ ഇവിടെ അതിന് എനിക്കെങ്ങും പോകാൻ വയ്യാത്തതിനാ കുടുംബശ്രീ ഞാൻ പറഞ്ഞ്
എനിക്ക് കുഞ്ഞുങ്ങളെല്ലാരും കൂടെ പഞ്ചായത്തുകാരും എല്ലാം കൂടെ കൂടിയ ഈ കട എനിക്ക് ഇട്ടു പ്രായമായി. അതുകൊണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുവേണ്ടി പഞ്ചായത്ത് എല്ലാം കൂടെ ശ്രമിച്ച് ഇട്ട് തന്നൊരു സ്ഥാപനമാണ്. പക്ഷെ അവിടെ വന്നാണ് ഇങ്ങനെ ഒരു മോഷണം നടന്നത്. ശരി. അപ്പൊ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടാവും. അതെ. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് കച്ചവടത്തിനുള്ള സാധനം എല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും കൊണ്ടു തന്നില്ലയോ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായത്? നജോമോൻ, മെരുവേലി നജോമോൻ അല്ലേ? ശരി. അദ്ദേഹം ചെയ്തത് നല്ല കാര്യമാണ്. അപ്പൊ അത്യാവശ്യം കച്ചവടത്തിനുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടു തന്നു. ഇത്രയൊക്കെ പ്രായമുള്ള ഒരു അമ്മയാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മോഷണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കടയും തുറന്നു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു തുകയാണ്. അതിൽ നിന്ന് ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ്. സാധാരണ മനസാക്ഷിയുള്ള ഒരാളും ചെയ്യുന്ന കാര്യമല്ല. ഇത് ചെയ്തവർ ഒരു കാര്യം ആലോചിക്കുക, ഇതെല്ലാം കണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇലവന്തിട്ട പോലീസ് ഈ കുറ്റവാളിയെ ഈ അമ്മയുടെ ജീവിതമാർഗത്തിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച ആളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അമ്മയ്ക്ക് നീതി കിട്ടട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.